പ്രിയമുള്ളവരെ, വി ആണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താവും എന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കണം. കാരണം ഓരോ വർഷവും ഓരോ 10 വർഷവും കൂടുന്തോറും ഭയങ്കരമായ മാറ്റം നമുക്ക് മുന്നിൽ വരും. ഓരോ മേഖലയിലും ആഹാരത്തിൻ്റെ, അതേപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഉൽപ്പന്നങ്ങളുടെ ഓരോ കാര്യത്തിലും വലിയ വലിയ വ്യത്യാസങ്ങൾ വരും. അപ്പം സാമ്പത്തികപരമായ ഈ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വരുമാനത്തിൽ ഏത് തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് ആധുനിക കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന കാലഘട്ടം ടെക്നോളജിയുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ വരുമാന മാർഗങ്ങളെല്ലാം ടെക്നോളജിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ നമ്മുടെ പ്രായം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാഹചര്യം, സാമ്പത്തികം ഇതെല്ലാം അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. മാത്രമല്ല, ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളെയും ആൾക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ മുന്നിലുള്ള ആൾക്കാർക്കുള്ള അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രസ്ഥാനങ്ങളിലേക്കും തെറ്റായ പ്രവർത്തനങ്ങളിലൂടെയും ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സമീപനം മാത്രമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും ശരിയായ പ്രസ്ഥാനങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള സമീപനങ്ങളിലേക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുക, ടെക്നോളജിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശശുദ്ധിയാണ് ആയുഷ്ജ്യോതി എന്ന നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളത്. അതിനായിട്ട് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തേക്കുന്നത് കമ്മ്യൂണിറ്റി കൊമേഴ്സാണ്. ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടി ജനങ്ങളെ വിപണിയിൽ പങ്കാളികളാക്കിയാൽ എങ്ങനെ ആ പ്രയോജനങ്ങൾ, ആരോഗ്യപരമായ പ്രയോജനങ്ങൾ, സാമ്പത്തികപരമായ പ്രയോജനങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് കണ്ടെത്താം, അതിന് നല്ലൊരു പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, ആ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പ്രവർത്തിക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ഒഴിവു സമയങ്ങൾ ഒരു ഉപഭോക്താവെന്ന നിലയിൽ നമ്മുടെ അവസരങ്ങളെ എങ്ങനെ കണ്ടെത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ സമീപനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ടെക്നോളജിയുടെ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. പക്ഷേ പോകെ നമ്മുടെ ഈ പുരോഗമനങ്ങൾ മറ്റ് ടെക്നോളജിയുടെ സാധ്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ആയുഷ്ജ്യോതി എന്ന് പറയുന്ന നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒരു വ്യക്തിക്ക് ടെക്നോളജിയെ പരമാവധി അറിയാനും കൈകാര്യം ചെയ്യാനും കഴിയുമെങ്കിൽ തീർച്ചയായും ടെക്നോളജിയുടെ ഭാഗമാക്കി അവരുടെ സാമ്പത്തിക മാർഗത്തെ മാറ്റാൻ പറ്റും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.